ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ടൊമാറ്റോ എഗ് റൈസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് കൈമ റൈസാണ്, ഒരു 250 ഗ്രാമിൽ കൂടുതലുണ്ടാവും. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇനി അത് കഴുകി നമ്മൾക്കൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ എത്ര അരി എടുത്താൽ അതിൻ്റെ ഇരട്ടി വെള്ളം വെക്കുക. ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ, അല്പം ഉപ്പ്, ഒരു 4 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ കഴുകിയ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്കിത് രാവിലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലഞ്ച് ബോക്സിൽ കൊടുക്കുക. നല്ലൊരു റൈസ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളത് റൈസ് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ്. കൈമ റൈസ് ആയതുകൊണ്ട് ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ റൈസെല്ലാം അത് ശരിക്കും ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് ഫ്ലെയിം ഓഫാക്കി അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമുക്കത് കുറച്ച് സമയം ഇരിക്കട്ടെ, വേറെ പണികൾ നോക്കാം. അപ്പോൾ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഇതാ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ 2 പേർക്കുള്ള റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 2 കോഴിമുട്ട, അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് മുട്ട മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം തീ അല്പം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് നമ്മളൊന്ന് മൊരിയിച്ചെടുക്കണം. അതായത് ഇതുപോലെ നമ്മൾക്ക് പൊടിമാസ് പോലെ ഒരുപാട് അങ്ങോട്ട് പൊടി ആവരുത്. അല്പം കഷ്ണമായിട്ട് തന്നെ അങ്ങനെ ഇരിക്കട്ടെ. ഇതിങ്ങനെ സെപ്പറേറ്റ് ഇതിലേക്ക് പൊരിച്ച് ചേർക്കുമ്പോഴാണ് അതിലേക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളിയാണ്, മീഡിയം സൈസ് തക്കാളി. ഇത് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം. ചെറുതായി അരിഞ്ഞിട്ട് ഞാൻ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ അരച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നീളത്തിൽ അരിഞ്ഞ് തന്നെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളിയുടെ പേസ്റ്റാണ്. 3 കൂടി ചതച്ച് തന്നെയാണ്. അപ്പോൾ തീ നമ്മൾ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ടിത് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം ആ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ കോഴിമുട്ടയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അരിയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഇതുപോലെ വഴന്ന് വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. തക്കാളി പേസ്റ്റ് കൂടി ചേർത്ത് ഇനി അതിൻ്റെ മിക്സിയുടെ ജാറിൻ്റെ വെള്ളം ഒരല്പം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ മസാലയും തക്കാളി പേസ്റ്റും എല്ലാം കൂടി ശരിക്കും ഒന്ന് വെന്ത് വരട്ടെ. നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക, ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ലൊരു രുചിയായിരിക്കും. നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുക്കാനായാലും വീട്ടിലേക്കായാലും നല്ല രുചിയായിരിക്കും. കുട്ടികൾക്കൊന്നും ഒരു പരാതി ഉണ്ടാവില്ല. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾക്ക് നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇതുപോലെ സെപ്പറേറ്റ് പൊരിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. മുട്ട ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മളെ റൈസൊക്കെ കറക്റ്റായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കൈമ റൈസ് അല്ലെങ്കിൽ സാധാരണ പൊന്നി അരിയോ സാധാ റൈസോ വണ്ണം കുറഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. റൈസ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ രുചി അതിലേക്ക് ചേർന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റായിട്ട് നല്ലത് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമ്മളതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി തക്കാളി മുട്ടച്ചോറ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക.
അപ്പോൾ മസാലയൊക്കെ അതിലേക്ക് ചേർന്ന് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ കൂടെ തക്കാളി മുട്ടച്ചോറിൻ്റെ കൂടെ കുറച്ച് മാങ്ങയുടെ അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളിയായി. എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.